നമ്മൾ എത്ര വലുതായാലും ഒരു ശ്വാസത്തിനല്ലേ ഉള്ളൂ. മകൻ MSc പഠിക്കുക, ഹോസ്റ്റലില്ല. മിഞ്ഞാന്ന് രാത്രി വീട്ടിലെത്തി. ഞാൻ മിഞ്ഞാന്ന് രാത്രി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഒന്ന് കണ്ട് പുറപ്പെട്ടു. അവൻ വരുന്നത് എൻ്റെ കൂടെ കിടന്നിട്ട് അവൻ്റെ പുറഞ്ചൊറിഞ്ഞു കൊടുക്കണം. ഞാൻ എൻ്റെ മേലെ കാലെടുത്ത് വെച്ച് ഉറങ്ങാൻ അവൻ വരുന്നത്. ഇനിയിപ്പം ഞാൻ നാളെ വീട്ടിലെത്തുമ്പോഴേക്കും അവൻ പോകും. അതിൻ്റെ സങ്കടമാണോ ഇങ്ങനെ വാട്സപ്പിൽ അയച്ചുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ വീട്ടിലില്ലേ പിന്നെ ഞാനിങ്ങ് വരുമോ? പഴങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൃക്ഷക്കൊമ്പുകൾ മേലോട്ട് വരികയല്ല, താഴോട്ട് താഴുകയാണ്. മേഘങ്ങളിൽ വെള്ളം കൂടുമ്പോൾ മേഘം താഴോട്ട് വരികയാണ് ചെയ്യുന്നത്, മേലോട്ട് വരികയല്ല. ഹൃദയം തുറന്ന് വർത്തമാനം പറയുക. ഹൃദയം തുറക്കാഞ്ഞാലാണ് നിങ്ങൾ പരിമല മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ തിരുവല്ല മെഡിക്കൽ മിഷനിലോ കൊണ്ടുപോയിട്ട് ഹൃദയം ബൈപ്പാസിലൂടെ തുറക്കേണ്ടി വരുന്നത്. ഭാര്യയും ഭർത്താവും ഹൃദയം തുറന്ന് വർത്തമാനം പറയണ്ടേ? അച്ഛനും അമ്മയും വർത്തമാനം പറയണ്ടേ? ഹൃദയം തുറക്കൂ, ഓപ്പൺ ഹേർട്ട്. മൂന്നാമത്തത് F, ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയണം. അഹന്ത വേണ്ട. സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയി SI നിൽക്കുമ്പോൾ നിൽക്കണ്ട. എന്താ മോനെ എന്നൊന്ന് മുന്നോട്ട് കുനിഞ്ഞാട്ടെ. നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. ഒരു കുട്ടി നിങ്ങളുടെ അടുത്ത് വന്നു, കൊച്ചുമോള, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കൊച്ചുമോള് വന്നു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാം, ഞാൻ കുനിയൂല, വാ. എടുക്കാൻ പറ്റുമോ? ആ കുട്ടിയിലേക്ക് നമ്മൾ താണാലേ കുട്ടി നമ്മളിലേക്ക് ഉയരൂ. അതാണ് മുന്നോട്ട് കുനിയുക. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ, പരം നമിക്കുന്നു നവാമ്പുവാൽ ഖനം. പഴങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൃക്ഷക്കൊമ്പുകൾ മേലോട്ട് വരികയല്ല, താഴോട്ട് താഴുകയാണ്. മേഘങ്ങളിൽ വെള്ളം കൂടുമ്പോൾ മേഘം താഴോട്ട് വരികയാണ് ചെയ്യുന്നത്, മേലോട്ട് വരികയല്ല. നമ്മൾക്ക് അറിവും സമ്പത്തും കൂടുമ്പോൾ വിനയം കാണിക്കണം, വേണ്ടേ? വിനയം കാണിക്കണം. നമ്മൾ അമ്പട ഞാനേ എന്ന് പറഞ്ഞപ്പോൾ രത്തൻ ടാറ്റ മരിച്ചല്ലോ. അദ്ദേഹത്തെ പറ്റി ഒരു അനുഭവക്കുറിപ്പ് അമിതാഭ് ബച്ചൻ എഴുതി. അമിതാഭ് ബച്ചൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സിനിമാ നടനായിട്ട് നടക്കുമ്പോൾ ഇദ്ദേഹം വിമാനത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ ഒരാളിരിക്കുന്നു. അപ്പോൾ സാധാരണ അമിതാഭ് ബച്ചൻ പോയി ഇരുന്നാൽ അമിതാഭ് ബച്ചൻ്റെ കൂടെ ആളുകൾ ഭയങ്കര വർത്തമാനം പറയാൻ തൊഴുമ്പോൾ ഇതൊക്കെ ഇയാൾ മൈൻഡ് ചെയ്യുന്നില്ല. കുറേ ആയിട്ടും അമിതാഭ് ബച്ചന് വല്ലാത്തൊരു അസ്വസ്ഥത. ചേട്ടാ, ഈ മനുഷ്യൻ എന്നോടൊരു വർത്തമാനം പറഞ്ഞില്ല, എന്നെ അറിയില്ല ഇയാൾക്ക്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയാവോ? നിങ്ങൾക്ക് പരിചയമില്ല എന്ന് പറഞ്ഞു. ഞാനാണ് അമിതാഭ് ബച്ചൻ. അപ്പോൾ അയാൾ, ഓ നിങ്ങളാണ് അമിതാഭ് ബച്ചൻ, ഓക്കെ. ഇവിടെയൊക്കെയോ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനങ്ങനെ സിനിമയൊന്നും കാണാറില്ല. ചേട്ടാ, എന്നെ അറിയാത്തൊരു മനുഷ്യൻ ഈ രാജ്യത്ത്. ഇയാൾക്ക് പുച്ഛം തോന്നി. അവസാനം ഇറങ്ങാൻ നോക്കുമ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങളാരാ, നിങ്ങളെ പേരെന്താ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനാ രത്തൻ ടാറ്റ, ഈ വിമാനത്തിൻ്റെ മുതലാളി. മനസ്സിലായോ? അപ്പോൾ അമിതാഭ് ബച്ചൻ പറയും, ഞാൻ ആകെ ഐസായി പോയി. രത്തൻ ടാറ്റ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിയാണിത്. എനിക്ക് അയാളെ അറിയില്ല. ഞാൻ അയാളെ കുറ്റപ്പെടുത്തിയല്ലോ. നമ്മൾ എത്ര വലുതായാലും ഒരു ശ്വാസത്തിനല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, 2-3 കൊല്ലം മുമ്പ് മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കാണുന്ന ഒരു വൈറസ് വിചാരിച്ചിട്ട് നമ്മളെ മുഴുവൻ ആളെയും കുടുക്കി കിടത്തിയില്ലേ? ലോക്ക്ഡൗണ് വന്നില്ലേ? ആലോചിച്ച് നോക്കൂ. പിന്നെ എന്തിനാ അഹന്ത? അതുകൊണ്ട് ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയ. ടച്ച്, തൊടണം മക്കളെ, തൊടണം. മക്കൾ എത്ര വലുതായാലും അവരെ തൊടണം, ചേർത്ത് പിടിക്കണം. എനിക്കിപ്പോൾ ഫോണിലൂടെ പരാതി പ്രളയമാണ് ഇപ്പോൾ വീട്ടിൽ വരുന്നത്. മകൻ MSc പഠിക്കുക, ഹോസ്റ്റലില്ല. മിഞ്ഞാന്ന് രാത്രി വീട്ടിലെത്തി. ഞാൻ മിഞ്ഞാന്ന് രാത്രി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഒന്ന് കണ്ട് പുറപ്പെട്ടു. അവൻ വരുന്നത് എൻ്റെ കൂടെ കിടന്നിട്ട് അവൻ്റെ പുറഞ്ചൊറിഞ്ഞു കൊടുക്കണം. ഞാൻ എൻ്റെ മേലെ കാലെടുത്ത് വെച്ച് ഉറങ്ങാൻ അവൻ വരുന്നത്. ഇനിയിപ്പം ഞാൻ നാളെ വീട്ടിലെത്തുമ്പോഴേക്കും അവൻ പോകും. അതിൻ്റെ സങ്കടമാണോ ഇങ്ങനെ വാട്സപ്പിൽ അയച്ചുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ വീട്ടിലില്ലേ പിന്നെ ഞാനിങ്ങ് വരുമോ? കുട്ടികളെ ചേർത്ത് പിടിക്കണ്ടേ? കെട്ടിപ്പിടിക്കണം, ചുമലിൽ കൈവെക്കണം, പുറത്ത് മാന്തി കൊടുക്കണം. ടച്ച്, അത് അച്ഛനും അമ്മയും തമ്മിൽ തൊടണം. മക്കളുടെ മുന്നിൽ അച്ഛനും അമ്മയും ചേർന്നിരിക്കുന്നത് കാണുന്ന കുട്ടികൾക്ക് നല്ല ബുദ്ധിയുണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങൾ രാത്രി മാത്രം തൊട്ടാൽ പോരാ, പകലും തൊടണം. കൈകൾ ചേർത്ത് പിടിക്കണം, പ്രേമിക്കണം. പ്രേമമെന്ന് പറയുന്നത് എന്താ? യാ ദേവി സർവഭൂതേഷു പ്രേമരൂപേണ സംസ്ഥിതഃ. അതാ പ്രേമം. പ്രേമം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ അയക്കുന്നതല്ല ഏർപ്പാട്. വിശ്വപ്രേമം എന്തെന്ന് അച്ഛനും അമ്മയും പ്രേമിക്കുമ്പോൾ കുട്ടികൾ കാണട്ടെ. പരസ്പരം കൈകൾ കോർത്ത് പിടിക്കുക,
കല്യാണം കഴിയുന്നവരെ 100 പ്രാവശ്യം ഐ ലവ് യു അയച്ചിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു തവണ ഐ ലവ് യു പറഞ്ഞോ? സ്നേഹത്തോടെ വർത്താനം പറയുന്നില്ല, പിന്നെ എന്തിനാ കല്യാണം കഴിച്ച്? മരണം വരെ പ്രേമിക്കുക. കല്യാണത്തിന് ശേഷം എന്താ ഐ ലവ് യു പറയാത്തതെന്ന് ഞാനൊരു സദസ്സ് ചോദിച്ചു. അപ്പോൾ സദസ്സ് ഒരാൾ പറയാ, വിവാഹത്തിന് ശേഷം ഐ ലവ് യു പറയാത്തത് എന്താണെന്നറിയോ? എന്താ? ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാണ്. അച്ഛനും അമ്മയും സ്നേഹിക്കൂ, തൊടണം. കുടുംബാംഗങ്ങൾ, പ്രായമുള്ള മനുഷ്യരെ തൊടണം. പ്രായമുള്ള മനുഷ്യർക്ക് മരുന്ന്, ഭക്ഷണം, വസ്ത്രം മാത്രം കൊടുത്താൽ പോരാ. അവരുടെ ചുമലിൽ കൈവെക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അവരുടെ കാലെടുത്ത് മടിയിൽ വെച്ച് ആ മടമ്പുകളൊന്ന് കാലൊന്ന് തലോടി കൊടുത്താൽ ആ ത്വക്കിൻ്റെ സ്പർശനമാണ് മനസ്സിൻ്റെ സ്പർശനം. കണ്ണും മൂക്കും നാക്കും കാതും പഞ്ചേന്ദ്രിയങ്ങളാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം ത്വക്കാണ്. അവിടെ തലോടണം, സ്പർശിക്കണം, ടച്ച്. അടുത്തത് ഐ കോണ്ടാക്റ്റ്. കണ്ണിൽ നോക്കണം. കണ്ണാണ് വ്യക്തിത്വം. ഞാനിപ്പോൾ UAE പോകുമ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു, തിരിച്ചു വരുമ്പോൾ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ അങ്ങോട്ട് കയറിയാൽ തിരിച്ചു പോയി അവിടെ രേഖയായി. പാസ്പോർട്ടിനേക്കാൾ അവർ പ്രാധാന്യം കണ്ണിനാണ്. കാരണം ഒരാളെ പോലത്തെ കണ്ണ് വേറൊരാൾക്കും ഉണ്ടാവില്ല. ആ കണ്ണ് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. ആ കണ്ണ് നോക്കിയിട്ടല്ലേ പണ്ട് സ്ത്രീകൾക്ക്, എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കണ്ണിന്. സംസ്കൃതത്തിൽ പറയുക അക്ഷീന. അക്ഷീന അവസാനിപ്പിക്കുന്ന കമലാക്ഷി, പങ്കജാക്ഷി, അംബുജാക്ഷി, താമരപ്പൂവിൻ്റെ ഇതിൽ പോലെ കണ്ണുള്ളവൾ. മീനാക്ഷി, മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവൾ. വിശാലാക്ഷി, വലിയ കണ്ണുള്ളവൾ. സ്ത്രീകൾക്ക് വലിയ കണ്ണാ സൗന്ദര്യം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകളെ വിളിക്കും വിശാലാക്ഷി. പുരുഷന്മാർക്ക് ചെറിയ കണ്ണാ സൗന്ദര്യം. അതുകൊണ്ട് ആണുങ്ങളെ വിളിക്കും കുഞ്ഞിക്കണ്ണെന്ന്. കുഞ്ഞിക്കണ്ണ്. കണ്ണിൻ്റെ വലുപ്പാണ് എല്ലാ പ്രശ്നവും. ഇപ്പം 3-4 മാസമായിട്ട് TV വരുന്ന മുഴുവൻ വാർത്തതിൻ്റെ ഉറവിടം കണ്ണിൻ്റെ പ്രശ്നം. അറിയോ? മഞ്ജു വാര്യരുടെ കണ്ണിന് അല്പം വലുപ്പം കുറഞ്ഞുകൊണ്ട് അതിലും വലിയ കണ്ണുള്ള കാവ്യ മാധവൻ്റെ അടുത്തേക്ക് ആ വിദ്വാൻ പോയേ. ആ കാര്യം ഭാവന പോയി പറഞ്ഞു കൊടുത്തിട്ടാണ് ഭാവനേനെ പോയിട്ട് ഇടങ്ങാറാക്കി. അതിൻ്റെ പേരിൽ ഹേമ കമ്മീഷൻ വന്ന്. ഹേമ കമ്മീഷൻ വന്നതിന് ശേഷം സകല വൃത്തികേടും പുറത്തു വന്ന്. അല്ലേ? ഇതെല്ലാം വിഷയം കണ്ണാ. മനസ്സിലായോ? അല്ല, കണ്ണിൽ നോക്കണം. കണ്ണിലെ ദൈന്യതകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും പ്രകാശവും അച്ഛനും അമ്മയും മക്കളുടെ കണ്ണിൽ നോക്കണം. അച്ഛൻ്റെ അമ്മേൻ്റെ കണ്ണിൽ മക്കളും നോക്കണം. വട്ടത്തിലിരിക്കണം. മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനും അമ്മക്കും കഴിയാത്തതിൻ്റെ പേരിൽ ഒരു മഹാദുരന്തം നടന്നത് അറിയോ നിങ്ങൾ? കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് റിസൾട്ട് വന്നില്ലേ? ഒരു സംസ്ഥാന നിയമസഭ, ഹരിയാന. അവിടെ ഒരു വലിയ യുദ്ധം നടന്നിട്ടുണ്ട്, അറിയാവോ? അവിടെയാണ്, ഹരിയാനയിലാണ് കുരുക്ഷേത്രം. ആ കുരുക്ഷേത്ര യുദ്ധം, മഹാഭാരത യുദ്ധത്തിൻ്റെ കാരണം എന്താ? കൗരവന്മാരുടെ തോന്നിയാസ. കൗരവന്മാർ തോന്നിയാസികളൊന്നും ആയിരുന്നില്ല. ഗാന്ധാരിയെ ധൃതരാഷ്ട്ര വിവാഹം കഴിക്കാൻ അന്വേഷിച്ചപ്പോൾ ധൃതരാഷ്ട്ര അന്ധനാണെന്ന കാര്യം ഗാന്ധാരിയുടെ അച്ഛൻ സുബലൻ മോളോട് പറഞ്ഞില്ല. നല്ല പ്രബലന്മാരായ രാജവംശമാണ്, അതുകൊണ്ട് അവരുമായിട്ടുള്ള ബാന്ധവം നല്ലതാണ്. പക്ഷേ വിവാഹ പന്തലിൽ കയറുമ്പോഴാണ് ഗാന്ധാരിക്ക് മനസ്സിലായത് തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന്. തന്നെ പറ്റിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രകോടി പറിച്ചു ചീന്തിയിട്ട് തൻ്റെ ഭർത്താവിന് കാണാത്ത ലോകം തനിക്കും കാണാന്ന് പറഞ്ഞ് കണ്ണുകെട്ടി 100 മക്കളെ പെറ്റു. 100 നല്ല കുട്ടികളായിരുന്നു. ഇല്ലേ? എന്തായിരുന്നു മൂത്തവൻ്റെ പേര്? കൗരവന്മാരിൽ മൂത്തവൻ്റെ പേരെന്താ? ദുര്യോധനൻ ആയിരുന്നില്ല, സുയോധനൻ എന്നായിരുന്നു. സുയോധനൻ. എന്ന് പറഞ്ഞാൽ നല്ലത് എന്നർത്ഥം. അതെൻ്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞതല്ല. നല്ലതാ. പക്ഷെ ദുഷിച്ച് ദുര്യോധനായി, ദുഷിച്ച് ദുശാസനായി. എന്താ കാരണം? അച്ഛനോ ജന്മനാ കാണൂല. അമ്മ കാണണ്ടേ മക്കളെ? അമ്മ കാണണ്ടേ? കണ്ടില്ല. ആരും, അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല മക്കളെ. കുട്ടികൾ തോന്നും പോലെ വളർന്നു. 100 യുദ്ധക്കളത്തിൽ പെടഞ്ഞു മരിച്ചു. ഇവർ 2 അച്ഛനും അമ്മയും മരിച്ചപ്പോൾ അവരുടെ ചിതയ്ക്ക് തീ കൊളുത്താൻ ഒരാൾ ബാക്കിയായോ? ഒരാൾ ബാക്കിയായില്ല. അവസാനം മക്കൾ മുഴുവൻ പടഞ്ഞു മരിച്ച കാഴ്ച കണ്ട് ദുഃഖം പൊറുക്ക വയ്യാതെ കാട്ടിലേക്ക് ഓടിപ്പോയി ഇവർ 2 പേരും. എന്നിട്ട് കാട്ടുതീയിൽപ്പെട്ട് ബന്ധു മരിച്ചു. എന്തേ? മക്കളുടെ കണ്ണിൽ നോക്കിയില്ല. ഭർത്താവിന് ജന്മനാ കണ്ണ് കാണൂല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ കണ്ണാവണ്ടേ? ഒരു പഴയ പാട്ടുണ്ടല്ലോ, കണ്ണ് കാണുന്ന ഭർത്താവ്, കാണാത്ത ഭർത്താവും കാണുന്ന ഭാര്യയും തമ്മിൽ ഒരുമിച്ച് പാടുന്ന പാട്ട്. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ.
അപ്പോൾ ഭാര്യ പാടിയത് കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ എന്ന് പാടേണ്ടതിന് പകരം കണ്ണും കെട്ടി നടന്നു. മുഴുവൻ പോയില്ലേ? നിങ്ങൾക്കെല്ലാം കണ്ണുണ്ടായിട്ടും മക്കളുടെ കണ്ണിൽ നോക്കുന്നില്ലെങ്കിൽ കുത്തിപ്പൊട്ടിച്ചുകളാ കണ്ണ്. എന്തിന് കണ്ണ്? ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കൂ. SOFTE ഇനി N, നോഡിങ്. നോഡിങ്, തല കുലുക്കണം. കുട്ടികളുടെ അഭിപ്രായത്തിൽ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായത്തിൽ കുട്ടികളും തല കുലിച്ചുക്കി സമ്മതിക്കുന്ന പരസ്പര ബഹുമാനമുണ്ടാവണം വീട്ടിൽ. ഞാൻ ആജ്ഞാപിക്കുന്നു, എൻ്റെ വീടാണ്, ഞാനാണ് ഇവിടെ ചോറ് വാങ്ങുന്നത്, അരി വാങ്ങുന്നത്, ഞാനാണ് വസ്ത്രം വാങ്ങിത്തരുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിക്കണമെന്ന അഹന്ത ഇന്നത്തെ കാലത്ത് നടക്കൂല. പരസ്പര ബഹുമാനത്തോട് വർത്തമാനം പറയുക. അപ്പോൾ സത്യം മക്കൾ പറഞ്ഞാലും തലകുലുക്കി സമ്മതിക്കുക. മനസ്സിലായോ? നോഡിങ്. സോഫ്റ്റനായോ? സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തലകുലുക്കുക. ഇത്തരത്തിൽ കുടുംബ ബന്ധങ്ങൾ ആർദ്രമായാൽ ആ മക്കൾ അമ്മയെയും അച്ഛനെയും സ്നേഹിക്കും, ബഹുമാനിക്കും. ഈ ഇമോഷണൽ സ്പിരിച്വൽ കോഷ്യൻ്റ് നിങ്ങൾ കൊടുക്കണം. സോഷ്യോ കോഷ്യൻ്റ്, സമൂഹത്തെ ഇഷ്ടപ്പെടണം. സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുന്ന ചർച്ചകൾ വീട്ടിൽ നടത്തരുത്. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ എന്ന സുഗതകുമാരിയുടെ വരി ചൊല്ലിക്കൊടുക്ക്. ഒരുപാട് കുഴപ്പങ്ങൾ നാട്ടിലുണ്ട്, പക്ഷെ എന്നാലും പൂന്തോട്ടങ്ങളും ഇല്ലേ? അത് കാട്ടിക്കൊടുക്കണം. രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ മുറ്റത്തേക്ക് ഇറക്കുക. നേരെ ഇസ്രായേലിലും ഗാസയിലും ഇറാനിലുള്ള പട്ടാളക്കാരുടെ ജോലി ചെയ്യണ്ട. അവർ രാവിലെ എഴുന്നേറ്റ 3 മിസൈലിന് തീ കൊടുത്തിട്ട് മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടി വിടുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ എന്താ പണി? 3 മിസൈലിന് തീ കൊടുക്കൂ. 3 അടുപ്പും കത്തിക്കൂലേ? അത് ശരീരത്തിന് ഭക്ഷണ. അവൻ്റെ മനസ്സിനെന്താ ആഹാരം കൊടുത്തത്? ഒരു കവിത ചൊല്ലൂ. പ്രിയതമേ പ്രഭാതമേ, പ്രഭാതത്തെ സ്വീകരിക്കൂ. പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ എന്നൊരു കവിത ചൊല്ല്. ഒരു പുസ്തകം വായിക്ക്.